അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ശുദ്ധമായ റമദാനിൽ മാസം ആയപ്പോൾ ഒരു അമുസ്ലിമായ മനുഷ്യൻ തൻ്റെ മകൻ റമദാനിൽ പകൽ സമയത്ത് അങ്ങാടിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതായി കണ്ടു. അദ്ദേഹം ആ മകനെ അതിൻ്റെ പേരിൽ അടിച്ചു. എന്നിട്ട് മകനോട് ചോദിച്ചു, എന്തേ നീ മുസ്ലിങ്ങളുടെ വിശുദ്ധമായ മാസമായ ഈ റമദാനിലെ നീ ആദരിക്കാത്തത്, ബഹുമാനിക്കാത്തത്? അങ്ങനെ ഈ അമുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു പോയി. അവിടെയുള്ള ഒരു ആലിമായ, ഒരു മഹാനായ മനുഷ്യൻ അദ്ദേഹത്തെ സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടിയതായി സ്വപ്നം കണ്ടു. ആ മഹാൻ ഈ അമുസ്ലിമായ മനുഷ്യനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ മുസ്ലിമായിരുന്നില്ലല്ലോ, നിങ്ങൾ ഒരു അമുസ്ലിമായ ആളായിരുന്നല്ലോ, എന്തേ നിങ്ങൾക്ക് ഈ വലിയ പുണ്യം കിട്ടാൻ കാരണമെന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അമുസ്ലിമായിരുന്നു, പക്ഷേ ഞാൻ മരണസമയത്ത് എൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു, ഓ മലക്കുകളെ, അദ്ദേഹത്തെ നിങ്ങൾ ഒഴിവാക്കുക, അദ്ദേഹത്തിന് ഈമാന് കൊണ്ട്, ഇസ്ലാം കൊണ്ട് അദ്ദേഹത്തിനെ നിങ്ങൾ ബഹുമാനിക്കുക എന്ന് ഞാൻ കേട്ടു. അങ്ങനെയാണ് ഈ ഒരു വലിയ സ്ഥാനം എനിക്ക് കിട്ടിയത് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, വിശുദ്ധമായ റമദാനിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ വലിയ പുണ്യം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിച്ചവരുടെ മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.